ഡിസ്നി ടെസ്റ്റും ചാമ്പ്യൻസ് ട്രോഫിയും കഴിഞ്ഞ് ഇനി ഇതാ ഇംഗ്ലണ്ടിലും ഇന്ത്യയെ നയിക്കാൻ രോഹിത് എത്തുന്നു. ഈയിടെ ഇന്ത്യൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വലിയ വാർത്തകളിൽ ഒന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവിയും അതിനു പിന്നാലെ ഓസ്ട്രേലിയക്കെതിരായ ബോർഡ് ഗവാസ്കർ പരമ്പര കൈവിട്ടതും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ യോഗ്യത നേടാൻ സാധിക്കാതിരുന്നതും അതിനോടൊപ്പം സമീപകാല ടെസ്റ്റ് മത്സരങ്ങളിലെല്ലാം തന്നെ ബാറ്റിംഗിൽ പരാജയപ്പെട്ടതും കളിക്കാരൻ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും താരത്തിന്റെ ടീമിലെ സ്ഥാനത്തിന് പോലും ഭീഷണിയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി വിജയം ഏറ്റവും അധികം ആശ്വാസം നൽകിയിരിക്കുന്നത് രോഹിത്തിനാണ്. ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചതോടെ രോഹിത്തിന് ഇംഗ്ലണ്ടിനെതിരെ ജൂണിൽ ആരംഭിക്കുന്ന ടെസ്റ്റ് പരമ്പരയിലും ടീം ഇന്ത്യയെ നയിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ഇതോടെ ഒരു മാസം മുമ്പ് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ ഉയർന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ പദവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവസാനിച്ചുവെന്ന് കരുതാം. ആഴ്ചയ്ക്ക് മുൻപേ രോഹിത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ വലിയ ആളുകൾ എപ്പോഴായിരിക്കും അവരുടെ ആ തീരുമാനം മാറ്റിയിട്ടുണ്ടാവുക? പഴയ രോഹിത്തിനെ പോലെ ക്രീസിൽ കിവീസ് ബോളർമാരെ അടിച്ചു താഴ്ത്തിയപ്പോഴോ, അതോ ഈ കഴിഞ്ഞ 2 ICC ടൂർണമെന്റുകളിലേതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബൗളർമാരെ കടന്നാക്രമിച്ച് കിരീടത്തിലെത്തിച്ചപ്പോഴാണോ? മറ്റൊരു കാര്യം, ഓപ്പണിംഗിന്റെ കാര്യമെടുത്താൽ ഇന്ത്യക്ക് 3 ഫോർമാറ്റിലും രോഹിത്തിന് പകരം ആൾക്കാരുണ്ട്. യശ്വസി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, KL രാഹുൽ എന്നിങ്ങനെ പോകുന്നു ആ പട്ടിക. പക്ഷേ കളിക്കളത്തിലെ തന്ത്രങ്ങളുടെ കാര്യത്തിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് രോഹിത്തിന് പകരം വയ്ക്കാൻ പോകുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ ഇതുവരെ ടീം മാനേജ്മെന്റിനോ സെലക്ഷൻ കമ്മിറ്റിക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം.